അധ്യാപക നിയമനത്തിനെതിരായ പരാതിയിൽ എസ്.എൻ. ട്രസ്റ്റിനോട് വിശദീകരണം തേടി സംസ്ഥാന സർക്കാർ. അധ്യാപക നിയമനത്തിന് നോമിനിയെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് സമീപിച്ചപ്പോഴാണ് വിശദീകരണം തേടിയത്. വിശദീകരണം നൽകിയിട്ടും എസ്.എൻ. ട്രസ്റ്റ് കോളേജുകളിലെ നിയമനത്തിന് സർക്കാർ നോമിനിയെ നിയമിച്ചിട്ടില്ല. അതേസമയം മുഖ്യമന്ത്രി വി.ഡി. സതീശനും എൻ.എസ്.എസും തമ്മിലുള്ള ഭിന്നത തീർക്കാൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി.ജെ. കുര്യൻ ഇടപെട്ടു. എൻ.എസ്.എസിന് പിന്നാലെ എസ്.എൻ.ഡി.പിയുമായും സർക്കാർ പോരടിക്കുന്നു എന്നതാണ് സർക്കാർ നോമിനി വിഷയത്തിലെ കാലതാമസം നൽകുന്ന സൂചന. നോമിനിയെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതി ചൂണ്ടിക്കാട്ടി എസ്.എൻ. ട്രസ്റ്റിനോട് വിശദീകരണം തേടിയത്. 1987 മുതൽ എസ്.എൻ. ട്രസ്റ്റ് കോളേജുകളിൽ നടന്ന നിയമനങ്ങൾ ക്രമക്കേടുണ്ടെന്നാണ് പരാതി. സർക്കാർ ആവശ്യപ്പെട്ടത് പ്രകാരം വിശദീകരണം നൽകിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇതുവരെയും നോമിനിയെ അനുവദിച്ചിട്ടില്ല. എസ്.എൻ. ട്രസ്റ്റ് വിശദീകരണം മുഖ്യമന്ത്രിക്ക് മുന്നിലാണ്. എസ്.എൻ. ട്രസ്റ്റിനൊപ്പം അപേക്ഷിച്ച മറ്റ് കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾക്ക് നോമിനി അനുവദിച്ച് ഉത്തരവായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരാതി ആയുധമാക്കി സർക്കാർ എസ്.എൻ. ട്രസ്റ്റിനെ സമ്മർദ്ദത്തിലാക്കുകയാണെന്ന് സംശയിക്കുന്നുണ്ട്. എയ്ഡഡ് കോളേജുകളിലെ അധ്യാപക പ്രിൻസിപ്പൽ നിയമനത്തിൽ സർക്കാർ നോമിനി കൂടി ഉൾപ്പെട്ട സംവിധാനം വേണമെന്നാണ് ചട്ടം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് നോമിനിയെ നിയോഗിക്കേണ്ടത്. നോമിനിയെ നിയോഗിക്കാത്തത് എസ്.എൻ. ട്രസ്റ്റിന് കീഴിലുള്ള കോളേജുകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇതിനിടെ സർക്കാരുമായി ഭിന്നതയുള്ള എൻ.എസ്.എസിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസിൽ നിന്ന് ശ്രമങ്ങൾ തുടങ്ങി. മുതിർന്ന നേതാവ് പി.ജെ. കുര്യനാണ് ഭിന്നത പരിഹരിക്കാൻ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നത്. എൻ.എസ്.എസ് ജനറൽ സെക്രട്ടറി ജി. സുകുമാരൻ നായരുമായി പി.ജെ. കുര്യൻ ആശയവിനിമയം നടത്തും. ആർ. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.